ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഒരു തുടക്കക്കാരൻ യൂട്യൂബിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ തുടങ്ങിയ ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എങ്ങനെ 1000 സബും അതുപോലെ തന്നെ 4000 വാച്ച് അവറും ഒക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ കഴിവതും വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്കൂടി ഉപകാരപ്രദമാകും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മോശം അനുഭവങ്ങളും അതുപോലെ നല്ല അനുഭവങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള കമന്റുകൾ ഇതിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരും. അതിൽ നല്ല കമന്റുകളും മോശം കമന്റുകളും ഉണ്ടാകും. അതൊക്കെ ആദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ കൂടുതൽ അമ്മാവന്മാരാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ കൂടുതലും നമ്മളെ മോശമായൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോ അത്രത്തോളം അവരിലേക്ക് എത്തിയത് കൊണ്ടാണെന്ന് നമുക്ക് സമാധാനിച്ച് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. യൂട്യൂബിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിലെ നല്ലൊരു വരിക്കാരനായിരിക്കുക, നല്ലൊരു വ്യൂവറായിട്ട് മുന്നോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കണ്ടന്റുകൾ മനസ്സിൽ ആലോചിച്ച് വെക്കുക. കഴിവതും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി വീഡിയോകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഐഫോണിനെ പോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര നല്ല വീഡിയോകൾ തന്നെ ചെയ്യാത്ത നല്ല ശബ്ദ ക്വാളിറ്റിയിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കണ്ടന്റുകളാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചെടുക്കുക. നമ്മൾ കണ്ടന്റ് തീരുമാനിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ചാനൽ തുടങ്ങുകയാണ്, നമ്മുടെ ചാനൽ ആർക്കും അറിയില്ല. നമ്മുടെ ചാനൽ ഒറ്റയടിക്ക് മറ്റുള്ളവരായിട്ട് നമ്മൾ റൊണാൾഡോയുടെ മക്കളാരുമില്ല. പെട്ടെന്ന് നമ്മൾ ഒരിക്കലും ഫേമസ് ആയ ആളല്ല, സാധാരണക്കാരാണ്. നമ്മളെ ജനങ്ങൾ അറിഞ്ഞ് നമുക്ക് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് അതിന് പ്രസക്തിയുള്ള ആ സമയം സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കണ്ടന്റായി സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലുമൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങൾക്ക് മറ്റ് കണ്ടന്റുകളിലാണ് ടേസ്റ്റ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ തന്നെ വീഡിയോ എടുത്ത് ശ്രമിക്കുക. പിന്നെ നമുക്ക് മറ്റ് കണ്ടന്റുകളിലേക്ക് ചെയ്യാവുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല ടാഗുകളും സെർച്ച് വരാൻ സാധ്യതയുള്ള ടാഗുകൾ നെറ്റിൽ നിന്നോ അത് മറ്റേ യൂട്യൂബ് വീഡിയോസുകളിൽ നിന്നോ ഒക്കെ നല്ല ടാഗുകളും മറ്റും സംഘടിപ്പിക്കുക. ടാഗുകളും അതുപോലെ തന്നെ കമ്പനിയിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ വീഡിയോ മറ്റുള്ളവരുടെ സെർച്ച് ലിസ്റ്റിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് നല്ല വ്യൂസും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും പെട്ടെന്ന് നമ്മുടെ ചാനൽ എത്തുന്നതായിരിക്കും. നമ്മുടെ ചാനലിനെ കുറിച്ച് 4 പേര് അറിയാനിടയാകും. നിങ്ങൾ ഈ ന്യൂഡൽഹി സിനിമ കണ്ടില്ലേ? അത് ന്യൂഡൽഹി സിനിമയിൽ മമ്മൂട്ടി ന്യൂസ് പേപ്പർ ആരംഭിക്കുന്നു. തന്റെ പത്രത്തിന് മാത്രമായൊരു വാർത്ത വേണമെന്നാണ് അതിൽ മമ്മൂട്ടി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ ശത്രുക്കളെ വകവരുത്തിയാണ് പലപ്പോഴും പത്രത്തിൽ അദ്ദേഹം വാർത്തകൾ കൊടുക്കുന്നത്. ഒരു പത്രത്തിൽ മാത്രം വാർത്ത വരുമ്പോൾ അത് മറ്റ് ഉള്ളവരിലേക്ക് പെട്ടെന്ന് എത്തും. ഈ പത്രത്തിൽ മാത്രമേ ഉള്ളല്ലോ അങ്ങനെയൊരു വാർത്ത എന്നൊരു അറ്റൻഷൻ അവിടെ മറ്റ് ജനശ്രദ്ധ അവിടെ കിട്ടും. ഇന്ന് കരുതി നിങ്ങളായിരിക്കും മറ്റുള്ള കൊല്ലാമെന്നല്ല പറഞ്ഞത് ഉദാഹരണം പറഞ്ഞു. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാൻ ഉണ്ടാകത്തില്ല. ഡെയിലി കിടന്ന് വീഡിയോ ചെയ്യേണ്ടി വരും. വർഷങ്ങൾ കൊണ്ടൊക്കെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. എന്നിട്ട് നിങ്ങളുടെ ചാനൽ ഒരിക്കലും 1000 സബോ അതുപോലെ തന്നെ 4000 വാട്സപ്പോ ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? മറ്റുള്ളവരുടെ വീഡിയോ കാണുകയും അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ ചെന്ന് എന്നെ സബ് ചെയ്യും, ഞാൻ നിങ്ങളെ തിരിച്ച് സബ് ചെയ്യാം. ഒരു കാര്യമില്ലാതെയാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഇത്ര വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്യുമായിരിക്കും. ഇതുവരെ നിങ്ങൾ ചാനൽ രക്ഷപ്പെട്ടിട്ടും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുക. 10-50 ഒക്കെ ആയിരിക്കും വ്യൂസ്. നിങ്ങൾ ഒരിക്കലും കാര്യമാക്കണ്ട. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഒരു നിമിഷം നിങ്ങളുടെ വീഡിയോയും ക്ലിക്കാവും, ലക്ഷങ്ങൾ വ്യൂവിലേക്ക് എത്തും. നല്ല വീഡിയോകൾ ചെയ്യുക, അത് ലക്ഷങ്ങൾ വ്യൂവിലേക്ക് എത്തും. അതുപോലെ ഒരു വീഡിയോ വൈറലായി കിട്ടിയാൽ മതി. അതിൽ നിന്നും നിങ്ങൾക്ക് 4000 വാച്ച് അവറും അതുപോലെ 1000 സബും ഒക്കെ നിഷ്പ്രയാസം ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ തന്നെ നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ പണം കൊടുത്ത് സബും അതുപോലെ തന്നെ 4000 വാച്ച് അവർ നേടിയിട്ടുണ്ടാകും. ഒറ്റ ദിവസത്തേക്കല്ല നമ്മൾ ചാനൽ തുടങ്ങുന്നത്, ഒരു മാസത്തേക്കൊക്കെ ഉള്ളത് അതിൽ നിന്ന് വരും. പിന്നീട് നമുക്ക് വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടാകണമെന്നില്ല. നല്ലൊരു കണ്ടന്റാണ്, നല്ല വീഡിയോ ആണ്, അത് ലക്ഷങ്ങൾ വ്യൂ ആണ്. വർഷങ്ങളോളം നമുക്ക് ആ വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാകും. അതിൽ നിന്ന് വർഷങ്ങളോളം ഏണിങ്സ് നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. ഇത്തരത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ നിങ്ങൾക്ക് പണം മുടക്കിയേ പറ്റുമെങ്കിൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യുവാനുള്ള എക്വിപ്മെന്റുകൾ വാങ്ങിക്കുക, നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോകൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും വാച്ച് അവറും സബും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് പണം കളയാതിരിക്കുന്നതാണ് നല്ലത്. അത് താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകുകയുള്ളൂ. പിന്നീടുള്ള നിങ്ങളുടെ ചാനലിന്റെ വളർച്ച മുന്നോട്ട് പോകില്ല, താഴോട്ടേ വരും. കാരണം നിങ്ങൾ പണം കൊടുത്ത് അതേപോലെ വാച്ച് അവറും സബും വാങ്ങിക്കുമ്പോൾ പിന്നീടുള്ള നിങ്ങളുടെ വീഡിയോ ചെല്ലുന്നത് അന്ന് നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരിലേക്കായിരിക്കും. കാരണം അവർ പിന്നീട് നിങ്ങളുടെ വീഡിയോ കണ്ട് സഹായിക്കുമ്പോൾ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മറ്റും സബ് ഉണ്ട്. അതിനൊന്നും ഒരിക്കലും പോയി സമയം കളയാതിരിക്കുക. കാരണം അത്തരത്തിലുള്ളവർ നമ്മുടെ വീഡിയോ സബ് ചെയ്താലും 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ നമ്മളെ അൺസബ് ചെയ്യുകയും
നമ്മളവിടെ വഞ്ചിക്കപ്പെടുകയും അതുപോലെ തന്നെ ഒരു ചാനലിലോട്ട് ചെന്ന് കയറി സബ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയ യൂട്യൂബിൽ തന്നെ ആ സബ് അവിടുന്ന് എടുത്ത് കളയുന്നതായിരിക്കും. അതൊക്കെ വെറുതെ സമയം കളയലാണ്. ആ സമയം കൊണ്ട് തന്നെ നല്ല നല്ല വീഡിയോകൾ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബും വ്യൂവും അവിടെ തന്നെ വരും. നമ്മുടെ വീഡിയോകൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിലും അവരുടെ സഹായം ഉണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുകയും നമ്മളിലേക്ക് മികച്ച രീതിയിൽ നമ്മുടെ വീഡിയോ മുൻപോട്ട് പോവുകയും വ്യൂവും സബും എല്ലാം അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓർഗാനിക്കായി തന്നെ ഒരു വളഞ്ഞ വഴിയും പ്രയോഗിക്കേണ്ട. അത് എത്രയോ പേർ അങ്ങനെ 2-3 മാസം കൊണ്ട് യൂട്യൂബിൽ സബും നേടി അതുപോലെ തന്നെ വാട്സപ്പും കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളിപ്പം വന്ന് ഒറ്റ ദിവസം കൊണ്ട് വന്ന് ചാനൽ തുടങ്ങി എന്നിട്ട് പിറ്റേന്ന് തന്നെ ചാനൽ 1,00,000 സബും 1,00,000 വ്യൂവും ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. അതിന് നമ്മളാരും VIP-കളല്ല, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല, സാധാരണക്കാരാണ്. നല്ല സമയം എടുത്തേ നമ്മുടെ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അത് നമ്മളെ തിരിച്ചറിയുകയും നമ്മളിലേക്ക് വ്യൂസും അതുപോലെ തന്നെ സബും ഒക്കെ എത്തിച്ചേരത്തുള്ളൂ. അതുപോലെ നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അത് പറയാം. അതായത് ഒരു ചാനൽ തുടങ്ങി 0 സബിൽ നിന്ന് തന്നെ നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചാനൽ തുടങ്ങി അതിലേക്ക് കഴിയുന്നത്ര സബിനെ ആദ്യം തന്നെ എത്തിക്കുകയോ നമ്മുടെ ഫ്രണ്ട്സിനോ അതുപോലെ കൂട്ടുകാരിലേക്കോ ഒക്കെ പറഞ്ഞ് അവരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ് ചെയ്ത് കാരണം നനയ്ക്ക് വെക്കുക. 10-12 ഒക്കെ സബ് ഒപ്പിച്ച ശേഷം മാത്രം വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുക. നല്ല ടാഗുകളും തംബ്നെയിലും കൊടുത്ത് ആകർഷകമായ രീതിയിൽ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ വീഡിയോകൾ ചെയ്യുക. കാരണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരിലേക്ക് അത്രത്തോളം ഇംപ്രഷൻ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം അത് കണ്ട ശേഷം സബ് ചെയ്യുവാനും അതുപോലെ തന്നെ ആ വീഡിയോ മുഴുവനും കാണുവാൻ അത്രത്തോളം ക്വാളിറ്റിയിൽ കഴിവതും വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി കഴിവതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കൊടുക്കുന്ന വീഡിയോ മുഴുവനും കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള ഇംപ്രഷൻ നഷ്ടമാകുന്നതായിരിക്കും. കാരണം ഒരാൾ നമ്മുടെ വീഡിയോയിലോട്ട് കയറി 1 സെക്കൻഡ് നോക്കി അവർ സ്കിപ്പ് അടിച്ച് ബാക്കടിൽ ഇറങ്ങിപ്പോയാൽ പിന്നീട് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ അവസാനിപ്പിക്കും. യൂട്യൂബിൽ നിന്നുള്ള ഇംപ്രഷൻ അവിടെ നഷ്ടമാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതും വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പലർക്കും യൂട്യൂബിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കണ്ടന്റ് ക്ഷാമം. കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സമകാലിക പ്രസക്തിയുള്ള കണ്ടന്റുകളാണെങ്കിൽ നമുക്ക് എന്നും നല്ല നല്ല കണ്ടന്റുകൾ കിട്ടും. എന്നും ഓരോ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മുടെ വീഡിയോ വൈറലാകും. കാരണം നമ്മൾ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴായാലും നമ്മുടെ വീഡിയോ സെർച്ചിലേക്ക് പോവുകയും അവിടെ നിന്ന് നല്ലൊരു വ്യൂവും അതുപോലെ തന്നെ സബും വാച്ചവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പലരുടെയും വീഡിയോകൾ കണ്ട് ഓരോരോ സെറ്റിങ്സുകൾ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാളുടെ വീഡിയോ മാത്രം ഒരിക്കലും കാണാതിരിക്കുക. പലതരത്തിലുള്ള ആളുകളുണ്ട് യൂട്യൂബ് ഗ്രോത്തിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. പലരുടെയും വീഡിയോകൾ കാണുക. ഒരാളുടെ വീഡിയോ ഒരിക്കലും അഡിക്റ്റായി കാണരുത്. അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളുടെ ശ്രദ്ധ. മറ്റുള്ളവരിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തുക. എന്നാലേ നമ്മുടെ ചാനലിനെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പലരും ചാനൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്നത്, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നല്ലോ, ഞാനെങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യും, മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഉള്ളത്. ഞാൻ അത്രക്കാരായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞിട്ടായിരുന്നു ഈ ഉപയോഗം എങ്ങനെയാണ് വീഡിയോ ഫേസ് ക്യാമറയെ ഫേസ് ചെയ്യുക, മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുക. നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അങ്ങനെ ചില നേട്ടങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മൾ പലതരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനും അത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുമുള്ള നമ്മളുടെ മടി പല വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ താനെ വിട്ടുമാറുന്നതായിരിക്കും. ചാനൽ ക്ലിക്കായില്ലെങ്കിലും നമ്മളിലേക്ക് ഇങ്ങനെ പല ആളുകളും അതുപോലെ നമ്മളുടെ പല മോശം രീതികളും നമ്മളിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്രദമാകുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.